സുരേഷ് കൊച്ചാട്ടിൽ, കടുത്ത മതാന്ധത ഉള്ളവരാണ് സാധാരണ തീവ്രവാദികളായിട്ട് മാറുന്നത്. പക്ഷേ നോക്കൂ, ഇവിടെ നമ്മൾ ഈ ഡിബേറ്റിൻ്റെ ടൈറ്റിലായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് വൈറ്റ് കോളർ ടെററിസം എന്നുള്ളതാണ്, അല്ലേ? എല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അവരൊക്കെയാണ് തീവ്രവാദികളായിട്ട് മാറുന്നത്. ഇതിപ്പോൾ ഡോക്ടർമാരുടെ ഒരു പട തന്നെയാണ് ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നത്. ഫരീദാബാദിൽ 4 പേരെ പിടികൂടി, ഒരാൾ രക്ഷപ്പെട്ടു, അയാൾ ചെങ്കോട്ടയിലെത്തി കൃത്യമായിട്ട് ഓപ്പറേഷൻ നടപ്പിലാക്കുന്നു. അല്ല, ഇപ്പം നോക്കൂ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, യുവാക്കൾ തീവ്രവാദത്തിലേക്ക് തിരിയുന്നു, രാജ്യത്തിന് എതിരെ ശക്തമായി പ്രതികരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതെവിടേക്കാണ് പോക്ക്? അനിൽ, ഇത് കേണൽ ഡിന്നി പറഞ്ഞ മാതിരി ഇതൊരു അർബൻ ഫിനോമിനനാണ്. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ഇതൊരു വൈറ്റ് കോളർ ക്രൈം. നമ്മൾ യൂഷ്വലി വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ക്രൈമിന്റെ കൂടെയാണ് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ ബാങ്ക് കൊള്ള, ഈ പറഞ്ഞ മാതിരി ഫ്രോഡ് നടത്തുന്നത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഷെയറിന്റെ ഫ്രോഡ് നടത്തുന്നത്, രാമലിംഗരാജു നടത്തിയ മാതിരി ഫ്രോഡ് അങ്ങനത്തെ, അല്ലെങ്കിൽ വിജയമാല്യ നടത്തുന്ന ഫ്രോഡിനൊക്കെയാണ് നമ്മൾ വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോസ്റ്റ്ലി അർബൻ ഫിനോമിനനാണ്. പക്ഷെ ഇതിൽ കണ്ടൊരു വ്യത്യാസം, നമ്മളിപ്പോൾ 26/11 വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി നവംബറിലാണല്ലോ ഇതെല്ലാം നടക്കുന്നതെന്ന് ചോദിച്ചു, തെലുങ്ക് ചാനൽ ഡിബേറ്റിൽ. എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റി. 9/11 ആയിരുന്നു, 26/11 ആയിരുന്നു, ഇപ്പൊ 10/11 പക്ഷെ അതല്ല ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് റീസൺ. ബിക്കോസ് US 9/11 എന്ന് പറയുന്നത് വേറെ 11 ആണ്. പക്ഷെ ഒരു അർബൻ ഫിനോമിനൻ, നമ്മൾ എങ്ങനെയാണ് ഒരു ഡോക്ടറെ ബ്രെയിൻ വാഷ് ചെയ്യുക? കേണൽ ഡിന്നിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, അദ്ദേഹം ആ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്ത ആളാണ്. ഈ ഇൻഡോക്രേഷൻ എന്ന് പറയും, അതിന്റെ അർത്ഥം ആരിഫും ഈ ഡിബേറ്റിലുള്ള ആരിഫിനും അറിയാം അതിനെ പറ്റിയിട്ട്. ഈ ബ്രെയിൻ വാഷിങ്, ഒരാളെ ബ്രെയിൻ വാഷ് എങ്ങനെ ചെയ്യുക, ഇതിന്റെ ഒരു ഫിലോസഫി അറിയണമെങ്കിൽ നമ്മൾ പാലസ്റ്റൈനിലേക്ക് പോകേണ്ട വരും. പണ്ടത്തെ പാലസ്റ്റൈൻ, ഇപ്പോഴത്തെ PLO അല്ല, പണ്ടത്തെ PLO ആണ് ഇപ്പോൾ, യാസിർ അറാഫാത്തെ സമയം. അന്ന് അവിടെ ഇസ്രായേലിന്റെ നേരെ ചാവേർ ബോംബിറക്കുന്ന, അതിപ്പോ വളരെ കുറഞ്ഞു, അത് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് യുവർ റിലീജിയൻ ഇസ് അണ്ടർ ത്രെറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം കിട്ടില്ല, നിങ്ങളുടെ ഗാസ അല്ല, അന്ന് ഗാസ എന്നായിരുന്നില്ല, അന്ന് നിങ്ങൾക്ക് പാലസ്റ്റൈൻ ഉണ്ടാവുന്നില്ല, ഒരു 2 സ്റ്റേറ്റ് തിയറി ഉണ്ടാവില്ല. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവസാനം പറയും, നിങ്ങളെ ഞങ്ങൾ കാത്തു നോക്കിക്കോളാം, നിങ്ങളുടെ ഫാമിലിയെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് ഞങ്ങൾ 2 കോടി ഉറുപ്പ്യ, അല്ലെങ്കിൽ നമ്മുടെ കറൻസി വെച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 കോടി ഉറുപ്പ്യ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പോയി സൂയിസൈഡ് അറ്റാക്ക് ചെയ്യോ, അവരെ കൊല്ലോ, ഇസ്രായേലി സോൾജേഴ്സിനെ കൊല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയൻസിനെ കൊല്ലോ. പക്ഷെ ഇസ്രായേൽ എന്താ ചെയ്തത്? സ്ട്രാറ്റജി മാറ്റി. അവർ പറഞ്ഞു, ശരി നീ പോയി, നിങ്ങൾ വന്ന് അടിക്കൂലോ, നിന്റെ വീട് ഞങ്ങൾ അടിച്ചു തകർക്കും. അങ്ങനെയാണ് ആ പോളിസി തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇവർക്ക് പേടിയായി, ഞാൻ പോയാലും പോട്ടെ, എന്റെ ഫാമിലിക്ക് എന്ത് പറ്റും? അതായിരുന്നു ഒരു പേടി ഇവർക്ക്. അതാണ് എല്ലാവർക്കും ഉള്ള ഒരു പേടി, ഞാൻ പോയി കഴിഞ്ഞാലും എന്റെ ഫാമിലി ഇവര് തകർക്കുമോ ഇസ്രായേലിക്കാരെന്ന്. അതേ പോളിസിയാണ് നമ്മൾ ഒരു വഴിക്ക് UP-യിലും കണ്ടത്. യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ബാബ എന്നൊക്കെ പറഞ്ഞ ഇവർ തുടങ്ങിയ ഒരു ഫിലോസഫി ഉണ്ട്. അത് ബേസിക്കലി നമ്മൾ ഇതാണ്. ഈവൻ കശ്മീരിലും നമ്മൾ കണ്ടിരുന്നു, ചില ഇതിൽ ഡൈനാമിറ്റ് വെച്ച് ഇവർ ആ വീടുകളൊക്കെ ബ്ലോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി ടെററിസ്റ്റിന്റെ ഒരു അഗേൻസ്റ്റ് ആയിട്ട് ആക്ട് ആണത്. അപ്പൊ അനിൽ ചോദിച്ചതില്, ഇതൊരു കസബിനെ നമ്മൾ പാകിസ്ഥാനിക്കാർ ഇന്ത്യയിലേക്ക് വിട്ടപ്പോ, ഒരു അധികം പഠിപ്പൊന്നും ഇല്ലാത്ത പാർട്ടി, അവന്റെ കൂടെയുള്ള ബാക്കി 7-10 പേരുള്ള അവർക്കെല്ലാം ഒരു ഇല്ലിറ്ററേറ്റ് ഇതാണ്. അവരുടെ അടുത്ത് എന്താ പറഞ്ഞത്? നിങ്ങളുടെ മകനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവനെ ട്രെയിനിങ്ങിന് വിട്ടു. അവൻ അവിടുന്ന് ഇന്ത്യയിൽ വന്നു. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു, അവനെ പിടിച്ചു, അവനെ വീണ്ടും തൂക്കി ഇതാക്കി, അതൊക്കെ കഴിഞ്ഞു. പക്ഷെ അവിടുന്ന് മാറി ഈ പറഞ്ഞ മാതിരി ഒരു ഡോക്ടർ, നമ്മൾ ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ് അനിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലൈഫ് സേവർ ആണ് ഡോക്ടർ. നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരാളാണ്, ജീവൻ ജന്മം തരുന്ന ഒരു ഡോക്ടറാണ് നമ്മുടെ ഫിലോസഫിയിൽ വരുന്നത്. അങ്ങനത്തെ ഒരു ഡോക്ടർ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പെടുക എന്ന് പറയുമ്പോൾ അവർക്ക് എത്രമാത്രം അവരുടെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും അവര്. ഇത് ഒരാളോ 2 പേര് ചെയ്താലല്ല നടക്കും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പാരാമെഡിക് ഉണ്ടായിരുന്നു, ഒരു മൗലാന അവിടെ, അദ്ദേഹം പിന്നെ വേറൊരു പള്ളിയിലൊക്കെ ഇമാമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹമാണ് ഈ പരിപാടി തുടങ്ങി വെച്ചതെന്ന് ഇവരുടെ ഫാമിലി ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തത്. ഈ 4 പേരിൽ ഒരാളുടെ ഫാമിലി പറഞ്ഞ് ഇയാള് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ മെഡിക്കൽ കോളേജിൽ ഒരു പാരാമെഡിക് ഡിവിഷന്റെ ഹെഡായിരുന്നു. അവിടെ നിന്നാണ് അവർ ഐഡന്റിഫൈ ചെയ്തത്. ഈ ഐഡന്റിഫൈ ഇപ്പൊ നമ്മൾ സൈക്കോളജിയുടെ PhD പേപ്പേഴ്സ് ഞാൻ കാലത്തോട്ട് കുറെ വായിച്ചുണ്ടാക്കി, എങ്ങനെയാണ് ഈ ഒരു സൂയിസൈഡ് ബോംബറിനെ റെഡിയാക്കുന്നത്. ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കാണാറുണ്ട് സൂയിസൈഡ് ബോംബിങ്, ഇറാഖിൽ കണ്ടിരുന്നു സൂയിസൈഡ് ബോംബിങ്. ഇവരെ ബേസിക്കലി ഒരു ലോജിക് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ജിഹാദ് നിങ്ങളുടെ കൂടെ വരും, നിങ്ങൾക്ക് മോളിൽ പോയി കഴിഞ്ഞാൽ 72 ഹൂറ് കിട്ടും. അതൊക്കെയാണ് ഇവരുടെ ഒരു ഫിലോസഫി, ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് അല്ല. അപ്പൊ ഇങ്ങനെ ഒരു ആലോചിക്കുന്ന ആൾക്കാരുമുണ്ട്. നമുക്കൊരു ഇല്ലിറ്ററേറ്റ്, പിന്നെ ഞാൻ തിരിച്ചു വരും, നമുക്കൊരു പഠിപ്പില്ലാത്ത ആളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ പഠിപ്പുള്ള ആൾക്കാർ,
MBBS ചെയ്തിട്ടുള്ള ആൾക്കാർ, ഡോക്ടർമാർ, അവരെങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത്? അതിനൊരു എനിക്ക് തോന്നുന്നത് ആരിഫോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. വളരെ ക്ലിയർ ആണ്, നമുക്ക് മനസ്സിലാക്കാം. ഒരു അല്ല കൊച്ചാട്ടിൽ സാർ, ഈ നോക്കൂ, കേരളത്തിൽ തന്നെ ഈ IS റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ, അതിനെ ചുക്കാൻ പിടിച്ചതും ഒരു ഡോക്ടറാണ്. കറക്റ്റ്. അപ്പൊ ഞാനത് പറയുന്നത്, നമ്മളിപ്പോ IRA നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടില് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കാലത്ത്, ഷിൻഫെയിന്റെ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ട ചെയ്യണേ, നമ്മൾ ഇവരെ ഇംഗ്ലീഷുകാരെ കൊല്ലണം. ദാറ്റ് ഇസ് ബേസിക്കലി ഇംഗ്ലണ്ടുകാർ. അതായിരുന്നു അവര്. പിന്നെ അവർ മാറി, അവരുടെ റൂട്ട് മാറി. ലോകത്തെല്ലാം നമ്മൾ നോക്കി വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സിറിയ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലെബനൻ നോക്കുകയാണെങ്കിൽ, ഇറാഖിലെ സദ്ദാം ഹുസൈൻ പോയി കഴിഞ്ഞിട്ടുള്ള ചാവേർ ആക്രമണങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ, അഫ്ഗാനിസ്ഥാനിൽ വേറെ ചാവേർ ആക്രമണം നടക്കുന്നത്. ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട്. പക്ഷെ ഇവിടെ കോമൺ റീസൺ എന്താ? ഡൽഹിയിൽ ഏതോ പാവപ്പെട്ട റോട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊല്ലണതാണ് ഇവരുടെ ഫിലോസഫി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. കേണൽ ഡിന്നി പറഞ്ഞ മാതിരി ആ ഡോക്ടർ പെർഹാപ്സ് പാനിക് ചെയ്തിട്ടുണ്ടാവും. ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് എത്തുമ്പോൾ പോലീസുകാർ പിടിക്കുകയോ, പോലീസുകാർ ചെക്ക് ചെയ്യോ, ഈ വണ്ടിയുടെ നമ്പർ പോലീസുകാർക്ക് അറിഞ്ഞു കാണും, അങ്ങനെ പിടിക്കുമോ എന്ന് കണ്ടപ്പോഴാണ് ഈ ട്രിഗർ മെക്കാനിസം വിട്ടുകൊടുക്കുക. അത് നിങ്ങൾക്ക് അറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. പക്ഷെ ഒരു അർബൻ ഫിനോമിനൻ, ഒരു ഡോക്ടർമാർ നാളെ ആരെ പിടിക്കാം? നാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമോ? അവിടുന്ന് തുടങ്ങും. ബിക്കോസ് അവർക്ക് ഇനിയും നമ്മള് ഞാൻ തെലങ്കാനയിൽ നിന്നാണല്ലോ, ഈ തെലങ്കാനയിലെ നക്സലൈറ്റ് മൂവ്മെന്റിന്റെ എല്ലാ ലീഡേഴ്സും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. പണ്ട് NIT, പണ്ടത്തെ REC വറങ്കൽ നിന്നും ഇവിടുത്തെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, എന്താണ് അവർക്ക് ഈ ബോംബ് അസംബിൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് അവരുടെ അടുത്ത്. അവർ ട്രെയിനിങ് കൊടുത്തു അതിന് വേണ്ടിയിട്ട്. വേറെ ഫുഡ് സോൾജേഴ്സ് എന്ന് പറയും, ഈ ലോവർ ലെവലിലുള്ള നമ്മുടെ ജവാന്മാർ ആർമിയിലെ ടിപ്പിക്കൽ, അതുമാതിരി ഫുഡ് സോൾജേഴ്സ് ഈ നക്സലൈറ്റ്, അവർക്ക് ഇതില്ല. അവർ വെറും 10ാം ക്ലാസ് ഫെയിലായോ അല്ലെങ്കിൽ പാസ്സായ ആൾക്കാരായിരിക്കും. ഈ നോർമൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ട്രെയിനിങ്. അതാണ് 2600 കിലോ ഈ അമോണിയം, ഈ നൈട്രേറ്റ് കയ്യിൽ വെച്ചാൽ നടക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ട് ഡാനിയൽ, പണ്ട് ഒക്ലഹോമയിൽ ഒരു ബോംബിംഗ് നടന്നിരുന്നു. ഒരു സൂയിസൈഡ്, ഒരു അമേരിക്കൻ ഒരു ട്രക്ക് നിറച്ച് അതിൽ 2300 കിലോ എന്ന് നൈട്രേറ്റ് അന്ന് ഉപയോഗിച്ചിരുന്നു. ഇത് 2600 കിലോ ആണ്. അത് ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ് വെച്ചാണ് പൊട്ടിച്ചത്. ഇതൊരു ഓപ്പൺ മാർക്കറ്റ് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യലി സെൻട്രൽ ഡൽഹിയിലാണെങ്കിൽ, കൊണാട്ട് പ്ലേസിന്റെ സ്ഥലത്താണെങ്കിൽ ഒരു മിനിമം 200 തൊട്ട് 300 പേര് മരിച്ചാൽ, അത്ര വലിയ ഡാമേജ് ഉണ്ടായി. നമ്മൾ ഒരു വഴിക്ക് പറയുകയാണെങ്കിൽ ലക്കിയാണ്, ശരിയാണ്, കഷ്ടമാണ് മരിച്ച ആൾക്കാരുടെ കാര്യം. അല്ല കൂടുതൽ സാധാരണ ഡൽഹിയിൽ ഒരിടത്ത് സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ പോലെ മറ്റ് സ്ഥലങ്ങളിലും പൊട്ടുമായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ 2005 2010 ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ബോംബിംഗ് എന്ന് പറയും. അതാണ് മെയിൻ ആയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും വളരെ ലക്കിയാണ്. 13 നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ സെക്കൻഡറി ബോംബിംഗ് ഉണ്ടായാൽ, ചാന്ദി ചോക്കിന് കുറച്ച് മുമ്പിൽ പോയി കഴിഞ്ഞാൽ, ഒരു 100-200 മീറ്റർ പോയി കഴിഞ്ഞാൽ ആ ട്രാഫിക് സിഗ്നലിന് സൈക്കിൾ വെക്കാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല അവിടെ. ലക്കിലി റെഡ് ഫോർട്ട് തിങ്കളാഴ്ച ഹോളിഡേ ആയ കാരണം അവിടെ തിരക്കധികം ഉണ്ടായിരുന്നില്ല. റെഡ് ഫോർട്ട് മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ അയാൾ അവിടെ വെച്ച് പൊട്ടിച്ചേനെ. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ടെററിസ്റ്റിന് എന്താ വേണ്ടത്? പബ്ലിസിറ്റി. ഇന്നലെ എന്തോ നിയന്ത്രണം ഉണ്ടായിരുന്നു, ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് തിങ്കളാഴ്ച ഹോളിഡേ സ്ഥലമാണല്ലോ റെഡ് ഫോർട്ട്. കറക്റ്റ്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ ടെററിസ്റ്റിന്റെ ഒരു ഫിലോസഫിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവന്റെ ലാസ്റ്റ് മിഷനിലേക്ക് ഇറങ്ങുന്നത്, അവനറിയാം ഞാനിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്ത് ഉണ്ടാവില്ല, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ അനിയൻ, എന്റെ ചേച്ചി, അതൊന്നും ആ ഫിലോസഫികളാണ് ആ മൂവ് ചെയ്യുന്നത്. കംപ്ലീറ്റ് എന്താ പറയാ, ഞാൻ ഇതിന്റെ അവസാനം വരെ നോക്കും, ഞാൻ ഈ റോട്ടിലുള്ള 100 പേര് 200 പേരെ കൊണ്ടു കഴിഞ്ഞാൽ എന്റെ പേര് ഫേമസ് ആവും, ഞാൻ ഈ പറഞ്ഞ മാതിരി ഹൂറികളുടെ അടുത്തെത്തും. ഇതൊരു മേജർ ഫിലോസഫിയാണ് ഇവരുടെ. അത് പാലസ്റ്റൈൻ ആയാലും, അത് മീൻസ് അഫ്ഗാനിസ്ഥാൻ ആയാലും, ഇറാഖ് ആയാലും, ഇത് തന്നെയാണ് അവരുടെ ഒറ്റ സ്ട്രാറ്റജി ഉള്ളത്.